പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് നോയമ്പ് കാലത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈശോയുടെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ദൈവവചനം തന്റെ ഹൃദയത്തില് ഈ നോയമ്പ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന നിധിയായി മാറുവാൻ നിനക്ക് സാധിക്കും. കാരണം നിനവയെ നശിപ്പിക്കപ്പെടുവാൻ ആഗ്രഹിച്ചപ്പോൾ യോനയോട് പറഞ്ഞു, നീ പോയി നിനവേക്കാരോട് പറയുക, അവിടെ ഉള്ളവർ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ടാൽ നിനവയെ നശിപ്പിക്കുകയില്ല. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യോന മറ്റൊരു വഴിക്ക് പോകുന്നത്. ഇതല്ലേ നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവം? ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല എന്നുള്ള ബോധ്യമല്ലേ നമ്മളിലുള്ളത്? അതുകൊണ്ട് പ്രിയ മക്കളെ, നിനക്കും എനിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നത്, നിന്റെ സമയം പൂർത്തീകരിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 2005 ദൈവം ഞങ്ങളിലൂടെ അന്തരംഗ എന്ന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു മനുഷ്യനൂടെയാണ് ആ പേരുകൾ നൽകുന്നത്. ആ മനുഷ്യൻ 26 വർഷം കഴിഞ്ഞാണ് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം ആരംഭിക്കുന്നത് ഇന്നല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാകണം. നമ്മൾ ഈ ലോകത്തിൽ കടന്നു വരുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള എല്ലാ അടയാളങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. നീ ജീവിക്കുന്നിടത്ത് അത് കാണാൻ സാധിക്കും. അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം അറിയാതെ അല്ല നമ്മൾ ജീവിക്കാൻ സാധിക്കുന്നത്, ദൈവത്തോട് കൂടിയാണ് ജീവിക്കുന്നത് ബോധ്യത്തോടു കൂടി. ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യണമേ. നിങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ